അച്ഛാ, ഇന്നലെ രാവിലെ കുർബാനയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ ടിവിയില് ലൈവ് കുർബാന കണ്ടു. ഈ ബിരിയാണിയുടെ ഫോട്ടോ കാണിച്ചു തന്നെ നിന്റെ വിശപ്പ് മാറുമോ? ഇല്ല. ഇതെന്താ ഇപ്പൊ ഒരു ബിരിയാണി കഥ? ഈ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന വിശുദ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമോ പകരമോ അല്ല. അതിനാണ് ഈ ബിരിയാണി കഥ പറഞ്ഞു തന്നെ. അപ്പൊ വീട്ടിലുള്ള രോഗികളെ എങ്ങനെയല്ലേ കാണുന്നത്? അതെ, രോഗികളുടെ ടിവിയിൽ വിശുദ്ധ കുർബാന കാണുന്നു എന്നത് നല്ല കാര്യം. എന്നാൽ അത് ഒരിക്കലും പകരമാവില്ല. രോഗികൾക്കും വൃദ്ധർക്കും കൂടെ കൂടെ കൗദാശിക ദിവ്യകാരുണ്യ സ്വീകരണം നടത്താൻ അവസരമൊരുക്കി കൊടുക്കാൻ മുഴുവൻ സഭാ സമൂഹത്തിന് കടമയുണ്ട്. അതുകൊണ്ട് അവരുടെ അവസ്ഥ അനുവദിക്കുമെങ്കിൽ അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തോളാം കേട്ടോ. ഇപ്പൊ മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.